ഒരുപാട് സന്തോഷിച്ചിരുന്നിട്ട് അവസാനം നിരാശപ്പെട്ടിരിക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ താലായിരുന്നു കേട്ടോ, പക്ഷെ മഴ ചതിച്ച്. ഇതിന് മുന്നേ വരെ നമ്മുടെ ഇവിടുന്ന് അമ്പലത്തിലോട്ട് എല്ലാ വർഷവും താലം ഉണ്ടാവുമായിരുന്നു കേട്ടോ. കോവിഡിന് ശേഷം ഇതാദ്യമാണ് നമ്മുടെ ഇവിടുന്ന് താലം നടത്തണേ. അപ്പം എന്താ ആ സമയമായപ്പോഴേക്കും നല്ല മഴയായിരുന്നേ. കാത്തിരുന്ന് അവസാനം മഴ കുറച്ച് തോർന്നപ്പോഴേക്കും താലം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പക്ഷേ ഗരുഡനെല്ലാം വണ്ടിയിലായിരുന്നു പോയത്, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു താലം നമ്മുടെ ഇവിടെ നിന്ന് പോണത്. സാധാരണ താലം പോകുമ്പോഴേക്കും നമ്മൾ ഇവർക്കെല്ലാം വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. ഈ മഴ ആയതുകൊണ്ട് വെള്ളം എടുത്ത് വണ്ടിയിൽ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസത്തെ വീഡിയോയാണേ. രാവിലെ ആയപ്പോഴും ഇന്നലെ പെയ്ത മഴ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അതാ നമ്മുടെ ജാതിക്കയെല്ലാം ഇത്തവണ കായ്ച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ നമ്മൾ മീൻ കൂടൊന്ന് പൊക്കി നോക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോഴേ ഈ മഴ പെയ്തുകൊണ്ട് ഊത്ത കയറുക എന്നൊക്കെ പറയല്ലേ, അതുപോലെ മീൻ കയറിയിട്ടുണ്ടെന്നായിരുന്നു കേട്ടോ എൻ്റെ പ്രതീക്ഷ. അയ്യോ കമ്പ് രണ്ടു കൂടുതലൊന്നും ഒന്നുമില്ല കേട്ടോ. സാധാരണ ആമയെങ്കിലും കയറണം, ആമ പോലും ഇല്ല. ആ പ്രതീക്ഷയും വെറുതെ ആയിരുന്നു കേട്ടോ. നമ്മുടെ രണ്ട് കൂടിലും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ആമക്കുഞ്ഞ് പോലും കയറിയില്ല. ദേ നമ്മുടെ ബുദ്ധപാമ്പും എല്ലാം ശ്രീ വെട്ടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പുഴയിലോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല നമ്മുടെ മൂന്നാമത്തെ കൂട് പൊക്കുവാണ് കേട്ടോ. ഇത് ശരിക്കും പുഴയിലോട്ട് കുറച്ച് നീങ്ങിയാണ് കേട്ടോ ഇരിക്കണേ. അങ്ങോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ദേ ഒരു കമ്പ് വെച്ചിട്ട് കൂടിനെ പൊക്കി ഇങ്ങനെ എടുക്കുവാണേ. പരല് ഒരു പരല് കാണാൻ പറ്റണ്ട. പരല്, രണ്ട് പള്ളത്തി, കുറച്ച് പൊടിമീനായിരുന്നു കേട്ടോ അതിൽ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതിനെയൊക്കെ വെള്ളത്തിലോട്ട് തന്നെ കറങ്ങി നടന്ന് തന്നെ എൻ്റെ സമയമെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കി. ഇതെല്ലാം റെഡിയാക്കിയിട്ട് വേണം കേട്ടോ, എനിക്കിനി ഡാൻസ് ക്ലാസ് ഉണ്ടേ. ചപ്പാത്തിക്ക് ഞാൻ എന്താ ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണേ. സൺഡേയിൽ ഇവർ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചിക്കൻ കറിയൊക്കെയാണ് അവർക്ക് സന്തോഷമാവും. ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും അഞ്ചും അരവി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചു ഞാനും അഞ്ചും കൂടി നമ്മുടെ വള്ളത്തേലൊന്ന് ചുമ്മാ പുഴയിലോട്ട് ഇറങ്ങാമെന്ന് വെച്ചു കേട്ടോ. അരവി കയറണില്ല, അരവിക്ക് പേടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടി വള്ളത്തെ കയറി ടാറ്റ എല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. നമുക്ക് തൈക്കാടയിലോട്ട് പോവാം അല്ലേ? അങ്ങോട്ട് തൈക്കാടയിൽ പോട്ടെ. തൈക്കാടോ ബ്യൂട്ടിഫുൾ. രക്ഷിക്കാൻ ആളുണ്ട്, അങ്ങോട്ട് പോയി രക്ഷിക്കാൻ ആളില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവണം. അഞ്ചു അരികെ പിടിച്ചു പോയാ മതി. ചുച്ചു കായലിൻ്റെയോ? വെള്ളത്തിൽ ഇപ്പം സൂര്യൻ പോയോ? ഇല്ല, സൂര്യൻ ദേ എവിടെ അഞ്ചു? സണ്ണിനെ കാണുന്നില്ല അഞ്ചു. സൺസെറ്റ് എന്താ സൂര്യൻ. നമ്മളിപ്പോൾ പുഴയുടെ നടുക്കാണ്, നമ്മുടെ സൂര്യൻ എന്താ പോകുന്നത്. അടിപൊളി. അങ്ങനെ കുറച്ച് നേരത്തെ സാഹസിക യാത്രക്കൊടുവിൽ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. നമ്മുടെ അക്കരെ നിന്നിട്ടുള്ള നമ്മുടെ കടവിലോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാ കാണുന്നത് നമ്മുടെ കടവാണ്, അതിൻ്റെ അപ്പുറേ നമ്മുടെ ഏറുമാടമുണ്ട്. ശ്രീയും അരവിയും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. കിച്ചു ആയിരുന്നു നമ്മുടെ ഡ്രൈവറെ. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് അവന് വള്ളം വളക്കാൻ അറിയത്തില്ലെന്നൊക്കെ പറയണത്. എന്തായാലും നമ്മൾ രണ്ട് ലൈഫ് ജാക്കറ്റ് എല്ലായിടത്തും വള്ളത്തേൽ ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടിട്ട് പിന്നെ ധൈര്യമായിട്ട് നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അവനും അറിയത്തില്ല, നമുക്ക് രണ്ടുപേർക്ക് അലർട്ട് കൊടുക്കാം. പുള്ളിക്ക് ഞങ്ങൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ല. ഞങ്ങൾക്ക് ശരിക്കും വള്ളം കൺട്രോൾ ചെയ്യാൻ നിർത്താനൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ദാ കൊച്ചു വള്ളവും വന്നിട്ട് അത് നല്ല സ്പീഡിലാണ് വന്നെ. വെയിറ്റ് ചെയ്യാം അഞ്ചു, അഞ്ചു അത് യമഹാവെള്ള വേണ്ട, കൂട്ടിയിടിക്കും. അത് യമഹാവെള്ളാടാ, ഇടിക്കും. അയ്യോ തുഴയണ്ട, പുറകോട്ട് പിടിക്കഞ്ചു. അല്ല പുറകോട്ട് പിടിക്കടാ.
നമ്മൾ നമ്മുടെ കടവിലെത്താറായപ്പോഴേക്കും അവിടുന്ന് ഒരു യമഹ വെള്ളം വരണുണ്ടായിരുന്നു. യമഹ വെച്ചിട്ടുള്ള വെള്ളം. അതിന് നല്ല സ്പീഡായിരുന്നേ. ഞങ്ങൾക്കാണെങ്കിലും നമ്മുടെ വെള്ളം ഒട്ട് നിർത്താനും അറിയത്തില്ല. ഞങ്ങളുടെ വെപ്രാളം എല്ലാം കണ്ടിട്ടാന്ന് തോന്നുന്നത് ആ ചേട്ടൻ യമഹ എല്ലാം ഓഫ് ചെയ്ത് വള്ളത്തിൻ്റെ സ്പീഡെല്ലാം കുറച്ചേ. ആ ചേട്ടൻ ഞങ്ങൾക്ക് വള്ളം തുഴയാൻ അറിയത്തില്ലെന്ന് മനസ്സിലായിട്ട് യമഹയൊക്കെ നിർത്തി വെച്ചായിരുന്നേ. ഇപ്പോൾ തിരിയുന്നുണ്ട് വെള്ളം. ഞാൻ ചേട്ടൻ പോകുമ്പോൾ നമ്മളവിടെ എത്തും. കറക്റ്റ് അല്ലേടി ചേട്ടാ? ഓ കൂടിയാണ് ഇപ്പോൾ വെള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങോട്ട് നോക്കിയിരിക്കുവോ ചേട്ടാ? പോ. ഇടിക്കാണ്ട് ചെല്ലാൻ പറ്റുമല്ലോ അഞ്ചു? അയ്യോ ഇടിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴേ ഇടിച്ച് ലാൻഡ് ആയിട്ടുണ്ട്. അടിപൊളി. അഞ്ചു ആദ്യം ഇറങ്ങിക്കോ. അതിപ്പോ നടുക്കേ അതിന് നടുക്കൊരെണ്ണം വെച്ച് കേട്ടാന്ന് പറഞ്ഞു. നമ്മൾ വന്നപ്പോഴേക്കും പിന്നെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അവർക്ക്. പിന്നെ അതിൻ്റെ തിരക്കിലായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദാ അവരിറങ്ങുവാണ് കേട്ടോ. പോവാനിറങ്ങിയപ്പം പിനാക്കു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കാരണം അഞ്ചു വന്നിട്ട് അവനോട് ടാറ്റ പറയാണ്ടാണ് പോയത്. പിന്നെ അവൾ തിരിച്ചു വന്നിട്ട് അവനോട് ടാറ്റ എല്ലാം പറഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ. ഓക്കെ, സീ യു.